പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 64. പേജ് നമ്പർ 64 ആണ് EVS സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പേജ് നമ്പർ 64. About me. ഓക്കെ, അവിടുന്നോട്ടാണ് EVS സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, About me. സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും പഠിച്ചതല്ലേ? ഓക്കെ, അൻവിത് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ മോനെ. എല്ലാവരും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പഠിച്ചു. ഓക്കെ, നല്ല മോനായിട്ടിരിക്കണേ അൻവിത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണല്ലേ? അപ്പൊ അൻവിതിന് വേണ്ടിയിട്ട് ആരെങ്കിലും നന്നായിട്ട് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു കൊടുത്തേ. അൻവിത് ശ്രദ്ധിക്കണേ. ഓക്കെ, ആദിശ്രീ പറഞ്ഞ മോളെ, അൻവിത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഓക്കെ, ഓക്കെ. I go to Surat English Medium School. I live in Ludingshall. ഓക്കെ, കേട്ടോ അൻവിത്? ഇതുപോലെയാണ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ആരാ പറയുന്നത്? ഇഷാനിയും കൂടെ പറയുന്നുണ്ട് അല്ലേ? ഇഷാനി ഒന്ന് പറഞ്ഞു മോളെ. ഇഷാനി, അൻവിത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, I live in Vaikara. I go to Surat English School. ഓക്കെ, ഓക്കെ. ഇഷാനി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഷാനി കേട്ടില്ലേ അൻവിത്? ഇതുപോലാണ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് കേട്ടോ മോനെ. ഇനിയിപ്പോ അൻവിത ഒന്ന് നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തേ അൻവിത. ഓക്കെ, ഒന്ന് പറഞ്ഞേ മോളെ നന്നായിട്ട്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് മോളെ. അൻവിത കേൾക്കാൻ പറ്റുന്നില്ല മോളെ, റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടി പറഞ്ഞ മോളെ അൻവിത. ഓക്കെ, ഓക്കെ, English School. ഓക്കെ, I live in Vaikara. okay, very good. Anvit, where are you, Anvit? ലുബാബ ഒന്ന് നന്നായിട്ട് പറഞ്ഞു കൊടുത്തേ മോളെ. ലുബാബ, I am Fatima Lubaveji. I am 5 years old. I go to Surat School. I live in Pulingan. Okay, very good. അപ്പൊ ഇതുപോലെയാണ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇനി ആരാ പറയാൻ പോകുന്നത്? ഒരാള്. ഓക്കെ, ഫാത്തിമ സിദ്ദീഖ് ഒന്ന് പറഞ്ഞേ മോളെ. I am Fatima Siddiq. Okay. I am 4 years old. I go to English Medium School. I live in Pulinga. Okay, very good. Abel Sindo, പറഞ്ഞു മോനെ. Abel Sindo. Hi, Abel Sindo. I'm 4 years old. Okay. I live in Banabel. I go to Surat School. Okay. Okay, I very live good. in Banabel. ഓക്കെ മോനെ, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലാണ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലേ? അൻവിത് എവിടെ പോയി? അൻവിതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അൻവിത്തിനെ കാണാനുമില്ല അല്ലേ? അൻവിത്. ഓക്കെ, ആദേശ് നന്നായിട്ടൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ മോനെ. ആദേശ്. I am Adish. I am 5 years old. Okay. Surat School. I am going to Surat School.
Okay, okay, very good. നന്നായിട്ടുണ്ട് ട്ടോ ആദിഷ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലേ? ഫാത്തിമ ജാബർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ മോളെ. I'm 4 years old. Okay. I go to Trollage English School. I live in Pandurchal. Okay. Okay മോളെ, നന്നായിട്ടുണ്ട് ട്ടോ. പിന്നെ എന്തിനാ നേരത്തെ കരഞ്ഞത് ഫാത്തിമ? ഓക്കെ, അപ്പോ നമ്മള് സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു അല്ലേ? പിന്നെ നമ്മള് ബോഡി പാർട്സ് ആണ് പഠിച്ചത് അല്ലേ? എന്താണ് ആദിശ്രീ? കറണ്ട് പോയോ ആദിശ്രീ? കറണ്ട് പോയി അല്ലേ? ഓക്കെ ഓക്കെ, അപ്പോ മുഹമ്മദ് ഷഹൽ ഒന്ന് എല്ലാ ബോഡി പാർട്സും ടച്ച് ചെയ്ത് കാണിച്ചു ഷഹൽ. നന്നായിട്ട്. ഓക്കെ, ഏതാണ് ഇയർ? ഇയർ. ഓക്കെ, ഓക്കെ, പിന്നെ ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട് പറഞ്ഞ ഷഹൽ. ഓക്കെ, അപ്പൊ നമ്മള് ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി പഠിച്ചു, ബോഡി പാർട്സും പഠിച്ചു അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് കീപ്പിംഗ് ക്ലീൻ അല്ലേ? ക്ലീൻ ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? അതെന്തൊക്കെയാണെന്ന് നിതാഷ പറഞ്ഞ മോളെ. നിതാഷ, നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിരാശ. അപ്പൊ നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെ? എന്തൊക്കെയാ ചെയ്യേണ്ടത് ലുബാബ? പറഞ്ഞു മോളെ. brush your teeth, wash your hands, bath every day, trim your hair, clean clothes. Okay, wear clean clothes അല്ലേ? Brush your teeth, wash your hands, bath every day, trim your nails, comb your hair, wear clean clothes അല്ലേ? ഇതൊക്കെയാണ് നമ്മള് എന്ത് ചെയ്യേണ്ടത്? എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് അല്ലേ? ഉമർ, എന്തൊക്കെയാ നമ്മൾ ചെയ്യേണ്ടത് ഉമർ? എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഉമർ? Okay, okay, very good Umar. Brush your teeth, wash your hands, bath every day, trim your nails, comb your hair, wear clean clothes. Okay. Okay. Then ഇനി ആരാണ് പറയാൻ പോകുന്നത്? ഏബൽ സിൻഡോ
പറഞ്ഞു മോനെ, എന്തൊക്കെയുണ്ട് നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി? ഏബൽ സിൻഡോ എന്താണ് മോനെ? ഏബൽ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടോ മോനെ? ഏബൽ പറഞ്ഞു മോനെ, എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഏബൽ പറയും മോനെ. ഏബൽ അൺമ്യൂട്ട് ചെയ്യല്ലേ മോനെ? ഏബൽ സോറി, മ്യൂട്ട് ചെയ്യല്ലേ മോനെ? അൺമ്യൂട്ട് ചെയ്ത മോനെ. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോ. ഓക്കെ മോനെ, ലിസൺ ട്ടോ, ഇവിടെ ശ്രദ്ധിക്ക. ഓക്കെ, we must keep ourselves clean, we must brush our teeth, wash our hands, bath every day, trim our nails, comb our hair, wear clean clothes. ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും നീറ്റ് ആയിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോ നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ബ്രഷ് ചെയ്യണം അല്ലേ? ട്വൈസ് ഇൻ എ ഡേ അല്ലേ? 2 തവണ, ഒരു ദിവസം 2 തവണയെങ്കിലും നമ്മൾ ബ്രഷ് ചെയ്യണം. വാഷ് അവർ ഹാൻഡ്സ് അല്ലേ? കൈകള് നന്നായിട്ട് കഴുകണം. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. ഓക്കെ, ദെൻ ബാത്ത് എവ്രി ഡേ, എല്ലാ ദിവസവും എന്ത് ചെയ്യണം? കുളിക്കണം അല്ലേ? ബാത്ത് എവ്രി ഡേ. ട്രിം അവർ നൈൽസ് അല്ലേ? നന്നായിട്ട് നഖം വെട്ടി വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ നഖത്തിന്റെ ഇടയിലുള്ള നഖത്തിന്റെ ഇടയിലുള്ള ചെളിയൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോ നമ്മുടെ വയറ്റിന്റെ ഉള്ളെത്തും. അപ്പൊ നമുക്ക് വയറുവേദന ഉണ്ടാവും അല്ലേ? അണുക്കളൊക്കെ വയറ്റിലെത്തിയാൽ വയറുവേദന ഉണ്ടാവും അല്ലേ? ഓക്കെ, ദെൻ കോംബ് അവർ ഹെയർ, മുടി നന്നായിട്ട് കോംബ് ചെയ്ത് നല്ല നീറ്റ് ആയിട്ട് വെക്കണം അല്ലേ? ദെൻ wear clean clothes, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം അല്ലേ? ഓക്കെ, ഓക്കെ, then next one, my family അല്ലേ? എന്റെ ഫാമിലിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത് അല്ലേ? I am നിക്കി എന്ന് പറഞ്ഞ ഒരു ഗേൾ ആണ് ഇവിടെ പറയുന്നത് അല്ലേ? I am നിക്കി. നിക്കി എന്ന് പറയുന്ന ഒരു ഗേൾ ആണ് ഇവിടെ ഉള്ളത് അല്ലേ? I am Nikki. I love my family. Okay, I am Nikki. I love my family എന്നാണ് പറയുന്നത്. ഓക്കെ, I am Nikki. I love my family. ഒരു ഗേള് പറയാണ്, എന്റെ പേര് നിക്കി എന്നാണ്, ഞാൻ എന്റെ ഫാമിലിയെ ലവ് ചെയ്യുന്നുണ്ട് അല്ലേ? I love my family. Okay, I am Nikki. I love my family. And then here is a picture of her grandmother. അവരുടെ ഗ്രാൻഡ്മദറിന്റെയും ഗ്രാൻഡ് ഫാദറിന്റെയും മദറിന്റെയും ഫാദറിന്റെയും ഒക്കെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലേ അവിടെ? അപ്പോ നിക്കി എന്ന് പറഞ്ഞൊരു ഗേള് പറയാണ്, I am Nikki. I love my family. എന്റെ പേര് നിക്കി എന്നാണ്, ഞാൻ എന്റെ ഫാമിലിയെ ഇഷ്ടപ്പെടുന്നു അല്ലേ? I am Nikki. I love my family. And she is my grandmother. Okay, she is my grandmother. And he is my grandfather. അല്ലേ? ഇതെന്റെ ഗ്രാൻഡ് മദർ ആണ്. And this is my grandfather.
ഗ്രാൻഡ് മദർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പാരന്റ്സിന്റെ പാരന്റ്സിനെയാണ് അല്ലേ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ പറയാ. നമ്മുടെ പാരന്റ്സിന്റെ അച്ഛനെയും അമ്മേനെയും ഒക്കെയാണ് നമ്മള് ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറയാ. ഓക്കെ. ആൻഡ് she is my grandmother and he is my grandfather. ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദറിന്റെയും ഫോട്ടോസ് തന്നിട്ടുണ്ടല്ലേ ഇവിടെ. എത്ര പേരുടെ വീട്ടിൽ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഉണ്ട്? എത്ര പേരുടെ കൂടെ ഉണ്ട് ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ? വിത്ത് യുവർ ഫാമിലി. ലുബാബ, ഫാത്തിമ, ജാബിർ, മുഹമ്മദ്, ഷഹൽ, നിതാഷ, പിന്നെ എയ്ഡൻ ജെ മാത്യു ഒക്കെ ഉണ്ടല്ലേ. എല്ലാവരുടെയും വീട്ടിൽ എന്തുണ്ട്? നിങ്ങളുടെ ഒക്കെ വീട്ടില് നിങ്ങളുടെ കൂടെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടല്ലേ. എല്ലാവർക്കും ഇഷ്ടല്ലേ ഗ്രാൻഡ് പാരന്റ്സിനെ? ഇഷ്ടല്ലേ? ഓക്കെ. അപ്പോ നമ്മുടെ വീട്ടില് ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും അല്ലെ. നമ്മുടെ പാരന്റ്സിനെയാണ് ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറയാം അല്ലെ. നമ്മുടെ അച്ഛന്റെയോ അമ്മയുടെയോ പാരന്റ്സിനെ അല്ലെ, അച്ഛനെയും അമ്മേനെയും അല്ലെ, നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെയാണ് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് അല്ലെ. ഹിയർ ഈസ് എ പിക്ചർ ഓഫ് നിക്കീസ് ഗ്രാൻഡ് പാരന്റ്സ് അല്ലെ. ഇവിടെ നിക്കിയുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ പിക്ചർ ഉണ്ട്. നിക്കിയുടെ അമ്മയുടെയും നിക്കിയുടെ ഗ്രാൻഡ് മദറിന്റെയും ഗ്രാൻഡ് ഫാദറിന്റെയും, പിന്നെ നിക്കിയുടെ മദറിന്റെയും ഫാദറിന്റെയും ഫോട്ടോ ഉണ്ട് അല്ലേ. ഓക്കെ. She is my grandmother and he is my grandfather. She is my mother. He is my father അല്ലേ. ഇവിടെ കുറെ പിക്ചേഴ്സ് ഉണ്ട്. അതിലുള്ളത് നിക്കിയുടെ ഗ്രാൻഡ് മദറും നിക്കിയുടെ ഗ്രാൻഡ് ഫാദറും ആണ്. നിക്കിയുടെ മദറിന്റെയും ഫാദറിന്റെയും ഫോട്ടോ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ പാരന്റ്സിനെയാണ് നമ്മള് ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറയാ. ഓക്കെ. Then she is my sister. Here is the picture of Nikki's sister. Okay. Then she is my aunt. ഇതെന്റെ സിസ്റ്റർ ആണ്. ഇതെന്റെ ആന്റി ആണ് അല്ലേ. നമ്മുടെ ആന്റി ഉണ്ടാവും അല്ലെ വീട്ടില്. നമ്മുടെ പാരന്റ്സിന്റെ സിസ്റ്റർ അല്ലെ. നമ്മുടെ അമ്മയുടെയോ അച്ഛന്റെയോ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ വീട്ടില്. അവരെയാണ് നമ്മള് എന്ത് പറയാ? ആന്റി എന്ന് പറയാ അല്ലെ. He is my uncle. Here is the picture of Nikki's uncle. Anvit, what are you doing there? Listen, okay? Listen here. എന്നാലേ അൻവിതിന് എല്ലാം മനസ്സിലാവുള്ളൂ. എല്ലാവരും പഠിച്ചില്ലേ കുറെ? അൻവിത് ലേറ്റ് ആയി പോയതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. എന്നാലേ ക്ലാസ് എടുക്കുന്ന മനസ്സിലാവുള്ളൂ. എല്ലാ ക്ലാസ്സിലും കയറണം. എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. ക്ലാസ് ഒന്നും മിസ് ചെയ്യരുത് കേട്ടോ അൻവിത്. നന്നായിട്ട് ലിസൺ ചെയ്യാം. ഓക്കെ. Then these are my cousins അല്ലെ. നമ്മുടെ ആന്റിയുടെ അങ്കിളിന്റെ ഒക്കെ കുട്ടികളെയാണ് കസിൻസ് എന്ന് പറയാ അല്ലെ. മൈ ഫാമിലി എന്നാണ് നമ്മളിപ്പോ പഠിച്ചത് അല്ലെ. I am Nikki. I love my family. നിക്കി എന്ന് പറയുന്ന ഒരാള്, ഒരു ഗേള് അവളുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇവിടെ. ഓക്കെ. She is my grandmother and he is my grandfather. Okay. She is my mother. He is my father. And she is my sister. And she is my aunt. He is my uncle. These are my cousins. അല്ലെ. നിക്കിയുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണിത്. ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, മദർ, ഫാദർ, സിസ്റ്റർ, aunt, uncle and cousins. ഇത്രയും പേര് നിക്കിയുടെ ഫാമിലിയിൽ ഉണ്ടല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ആദ്യം സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു അല്ലേ. അൻവിത്, മോന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അറിയോ? അൻവിത് അറിയോ മോനെ? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. I am Anvit. പറഞ്ഞ മോനെ. I am Anvit. പറയ്. I am Anvit. വേഗം പറയൂ. I am Anvit. I am 4 years old. 4 വയസ്സായോ അൻവിത്? 4 വയസ്സാണോ 3 വയസ്സാണോ? 5 വയസ്സ്. 5 തുടങ്ങി. 5 വയസ്സായി അല്ലേ. ഓക്കെ. I am Anvit. I am
5 years old. പറഞ്ഞു മോനെ. I am Anvit. വേഗം പറയൂ. ഗുഡ് ബോയ് ആകട്ടെ. വേഗം പറയൂ. അൻവീത് വേഗം പറയൂ. എല്ലാവരും പറഞ്ഞത് കേട്ടില്ലേ അൻവീത്? പറയും മോനെ അൻവീത്. അൻവീത് ലിസൺ. ലിസൺ ഹിയർ. പറഞ്ഞ മോനെ. I am Anvit. എല്ലാവരും പറയൂ അൻവീത് ബാഡ് ബോയ് ആണെന്ന്. വേഗം പറയൂ അൻവീത്. നമുക്ക് ഗുഡ് ബോയ് ആകണ്ടേ? ആകണ്ടേ? ഓക്കെ. അൻവിത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നന്നായിട്ട് ഇത് പഠിച്ചിട്ട് വരണം. I am Anvit. I am 5 years old. I go to True Light School. I live in എവിടെയാ മോനെ വീട്? Where's your house? Which place? എവിടെയാണ് മോനെ വീട്? അൺമ്യൂട്ട് ചെയ്തേ മോനെ. എവിടെയാണ് മോനെ? എവിടെ? പാഠശാലാണോ വീട്? പാഠശാലാണോ വീട് അൻവീത്? പാഠശാല എവിടെയാണ്? പാഠശാല പാടിയോട്ടിച്ചാലാണോ വീട്? പാഠശാല ടൗണിലാണോ വീട്? പിന്നെ എവിടെയാണ് മോനെ? കറക്റ്റ് പ്ലേസ് എവിടാണ് മോനെ? മ്യൂട്ടായി പോയി. അൺമ്യൂട്ട് ചെയ്ത മോനെ അൻവീത്. വേഗം പറയൂ. എവിടെയാണ്? വേഗം പറയും മോനെ അൻവീത്. പാഠശാല എവിടെയാണ് വീട്? പാഠശാലന്റെ അടുത്താണോ? ഓക്കെ ഓക്കെ. അപ്പൊ അൻവിതിന്റെ വീട് എവിടെയാണ്? പാഠശാലന്റെ അടുത്താണ് അൻവിതിന്റെ വീട് അല്ലേ? അൻവിത് പാട്ട് പാടാൻ അറിയാം മോനെ? നല്ലൊരു പാട്ട് പാടി അൻവിത്. നമുക്ക് എല്ലാവരെയും കേൾപ്പിച്ചു കൊടുക്കാലോ. വേഗം. ഇവനൊരു പാട്ട് അറിയില്ല. ഒരു പാട്ടും അറിയില്ല? അത് വെറുതെയാണ് അൻവിത്. പാട്ടെല്ലാം അറിയാം അല്ലേ? പെട്ടെന്ന് പാടും അൻവിത്. എല്ലാവർക്കും പാട്ടറിയാം. അറിയില്ലേ? അതെന്താ അറിയാത്ത അൻവിത്? അൻവിതിന് സിനിമ പാട്ടൊന്നും അറിയില്ലേ അൻവിത്? ഇവൻ സിനിമ കാണാറില്ലേ? ഇവൻ കൊച്ചു ടിവി കാണാ. കൊച്ചു ടിവി കാണാറുണ്ടോ അൻവിത്? കൊച്ചു ടിവിയിൽ എന്ത് പ്രോഗ്രാമാണ് അൻവിതിന് ഏറ്റവും ഇഷ്ടം? ലിറ്റിൽ സിംഗോ. ഓക്കെ ഓക്കെ. കൊച്ചു ടിവി അധികം കാണരുത് കേട്ടോ. കണ്ണുപൊട്ടി പോവും അൻവിത് കേട്ടോ. ഓക്കെ. അൻവിതിന് വേണ്ടിട്ട് ആരാണ് നല്ലൊരു പാട്ട് പാടി കൊടുക്കുക ഇപ്പോ? ഫാത്തിമ മെഹ്റീൻ പാടി മോളെ. അൻവിത് ലിസൺ. ദാ ഫാത്തിമ അൻവിതിന് വേണ്ടി നല്ലൊരു പാട്ട് പാടുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് അടുത്ത ക്ലാസ്സിൽ അൻവിതും പാടണം. ഓക്കെ ഫാത്തിമ പാടിക്ക മോളെ. One little hand, five, two, five. Two little eyes, five, one, five. ഓക്കെ വെരി ഗുഡ്. നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ അൻവിത്. ഇതുപോലെയാണ് പാട്ട് പാടേണ്ടത് അൻവിത്. ഇതുപോലെ പാട്ട് പഠിച്ചിട്ട് വരണം അടുത്ത ക്ലാസ്സിൽ ഇട്ടാ. അൻവിതിന് പാട്ടൊക്കെ അറിയാം. അറിയില്ല എന്ന് വെറുതെ പറയുന്നതാണല്ലേ അൻവിത്? ഓക്കെ. ഇനി ഫാത്തിമ സിദ്ദീഖ് പാട്ട് പാടി മോളെ. Two little hands, clap, clap, clap. Two little feet, tap, tap, tap. One little head, side to side. Two little eyes are open wide. ഓക്കെ നന്നായിട്ടുണ്ട്
അൻവീത് കേട്ടോ അൻവീത്, ഇതുപോലെയാണ് പാട്ട് പാടേണ്ടത്. അടുത്ത മിസ്സിന്റെ ക്ലാസ്സില് എന്തായാലും അൻവീത് ഒരു പാട്ട് പാടണം കേട്ടോ അൻവീത്. ഓക്കെ, നമുക്ക് റൈമിന്റെ ക്ലാസ് ഒക്കെ ഉണ്ട്, ക്ലാസ്സിൽ കയറണം. അപ്പോ നല്ല നല്ല പാട്ട് പഠിക്കാൻ പറ്റൂ ട്ടോ. അടങ്ങി ക്ലാസ്സിൽ ഇരുന്ന് ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ പാട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, ഫാത്തിമ ജാബിർ ഒരു പാട്ട് പാടിക്കൊടുത്ത മോളെ. ഫാത്തിമ ഇല്ലേ, വേഗം പാട്. ഫാത്തിമ നോക്കിയ നാണക്കേടാണ്, എല്ലാവരും പാട്ട് പാടി. വേഗം പാട്. ഇന്ന് നമ്മുടെ ഗിഫ്റ്റ് കിട്ടിയ സൈക്കിള് തിരിച്ചെടുക്കാല്ലേ ഫാത്തിമ? സൈക്കിള് ഓടിക്കാറുണ്ടോ ഫാത്തിമ? ഉണ്ടോ? ഓക്കെ, നമ്മുടെ ഫാത്തിമ ജാബറിനാണ് നമ്മുടെ കഴിഞ്ഞ വർഷം നടത്തിയ കിഡ്സ് കിച്ചണില് എന്താണ് 1ാം സമ്മാനം കിട്ടിയത്? സൈക്കിളാണ് കിട്ടിയത് അല്ലെ ഫാത്തിമ? ഫാത്തിമയ്ക്ക് ഒരു സൈക്കിളാണ് കിട്ടിയത് നമ്മുടെ സ്കൂളിൽ നിന്ന്. അപ്പൊ നല്ല കുട്ടികൾക്ക് അതുപോലെ ഗിഫ്റ്റ് ഒക്കെ കിട്ടും, നന്നായിട്ട് പഠിക്കുന്ന, നല്ല പാട്ട് പാടുന്ന. ഓക്കെ കേട്ടോ അൻവീത്? നന്നായിട്ട് പാട്ടൊക്കെ പഠിച്ച് പാടണം. ഓക്കെ, നമ്മുടെ ടൈം കഴിയാൻ പോവാണ്, നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ, ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അൻവീത് നല്ല പാട്ടൊക്കെ പഠിച്ചിട്ട് വരണം കേട്ടോ അൻവീത്. ഓക്കെ, എയ്ഡൻ തോമസ്. ഓക്കെ ബൈ. ഓക്കെ ഓക്കെ ബൈ. അൻവീത് നല്ല പാട്ട് പഠിച്ച് വരണം കേട്ടോ മോനെ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഒരു പാട്ട് പാടണം. ഓക്കെ ബൈ.